നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിലൂടെ പഞ്ചായത്തി രാജ് സിസ്റ്റത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നതെന്നും അവ എങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി എന്നും നിലവിൽ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നും നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൻ്റെ ഒന്നാം പാർട്ടിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. Panchayati Raj. The term Panchayati Raj in India signifies the system of rural local self-government. It has been established in all the states of India by the acts of the state legislatures to build democracy at the grassroots level. It is entrusted with rural development. It was constitutionalized through the 73rd Constitutional Amendment Act of 1992. പഞ്ചായത്തി രാജ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്രാമീണ മേഖലയിലെ സ്വയംഭരണ സംവിധാനത്തെയാണ്. ജനാധിപത്യത്തെ താഴേക്കിടയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ ലെജിസ്ലേച്ചറിലൂടെ നിയമങ്ങൾ പാസാക്കി പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓർക്കണം, പാർലമെൻറ്റ് നേരിട്ടല്ല പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതത് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നിയമം പാസാക്കിയാണ് പഞ്ചായത്ത് രാജ് നടപ്പാക്കുന്നത്. 1992 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇതിനെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അതിനു മുമ്പും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് ശരിയായ ഒരു ഡെഫിനിഷൻ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1992 പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി. ഇനി നമുക്ക് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നത് എന്ന് നോക്കാം. ഇവല്യൂഷൻ ഓഫ് പഞ്ചായത്തി രാജ്. ഒരുപാട് കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ കൊണ്ടാണ് പഞ്ചായത്തി രാജ് സിസ്റ്റം നമ്മൾ ഈ കാണുന്ന നിലയിൽ എത്തിയത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി പഠിക്കുവാൻ വേണ്ടി ഒരുപാട് കമ്മിറ്റികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അവ പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസും കൊടുത്തിട്ടുണ്ട്. അവയിലെ ചില ഇമ്പോർട്ടൻ്റ് കമ്മിറ്റികളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. 1957 ഇന്ത്യ ഗവൺമെൻറ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം 1952, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953 എന്നീ പ്രോഗ്രാമുകളെക്കുറിച്ച് പഠിക്കുവാനായി ഒരു കമ്മിറ്റി നിയോഗിച്ചു. ബൽവന്ത് റായ് ജി മെഹ്ത്ത ആയിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ. ആ കമ്മിറ്റി 1957 ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അതായത് അധികാര വികേന്ദ്രീകരണം നടത്തണം എന്ന് റെക്കമെൻഡ് ചെയ്തു. എന്നുവെച്ചാൽ താഴെ തട്ടിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപീകരിക്കണം എന്ന്. ഒരു 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് ബൽവന്ത് റായ് മെഹ്ത്ത സജസ്റ്റ് ചെയ്തത്. വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ ആൻഡ് ജില്ലാ പരിഷത്ത്. നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റം പോലെ വില്ലേജ് പഞ്ചായത്തിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കണം. അതോടൊപ്പം മറ്റു ലെവലിലെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഇൻഡയറക്റ്റ് ആയി വേണം തിരഞ്ഞെടുക്കുവാൻ. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പ്ലാനിംഗ്, ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വിട്ടുകൊടുക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. ജില്ലാ കളക്ടറെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചെയർമാൻ ആക്കണം എന്നും നിർദ്ദേശിച്ചു. അതോടൊപ്പം തന്നെ ആവശ്യമായ അധികാരങ്ങളും റിസോഴ്സസും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകണം എന്നും ഈ കമ്മിറ്റി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ 1959 ഒക്ടോബർ 2 രാജസ്ഥാനിൽ ആദ്യത്തെ പഞ്ചായത്ത് രാജ് നിലവിൽ വരികയും ചെയ്തു. പിന്നീട് ആന്ധ്രാപ്രദേശ് തുടങ്ങി മറ്റു പല സംസ്ഥാനങ്ങളിലും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുവാൻ തുടങ്ങി. എന്നാൽ ഇവയുടെ ഘടനകൾ സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു. ഒരു യൂണിഫോമിറ്റി ഇല്ലായിരുന്നു. അശോക് മെഹ്ത്ത കമ്മിറ്റി. 1977 ജനതാ ഗവൺമെൻറ്റാണ് അശോക് മെഹ്ത്തയുടെ ചെയർമാൻഷിപ്പിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് പഠിക്കുവാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അശോക് മെഹ്ത്ത കമ്മിറ്റി 3 ടയർ സിസ്റ്റത്തിന് പകരം 2 ടയർ സിസ്റ്റം മതി എന്ന് നിർദ്ദേശിച്ചു. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ടാക്സസ് ചുമത്താനുള്ള അധികാരം ഉണ്ടായിരിക്കണം എന്ന് നിർദ്ദേശിച്ചു. അതോടൊപ്പം പഞ്ചായത്തുകളിൽ സോഷ്യൽ ഓഡിറ്റുകൾ നടത്തണം എന്നും
പറഞ്ഞു. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ പഞ്ചായത്തുകളെ പിരിച്ചുവിടുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും റെക്കമെൻഡേഷനിൽ ഉണ്ടായിരുന്നു. SC/ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കണമെന്നും അതോടൊപ്പം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനു വേണ്ടി ഒരു മന്ത്രിയെ തന്നെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഉണ്ടായിരിക്കണം എന്നും റെക്കമെൻഡേഷനിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടൻ്റായ നിർദ്ദേശം എന്ന് വെച്ചാൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നേഷൻ കൊടുക്കണം എന്നായിരുന്നു. അതായത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന്. ഇനി അടുത്ത കമ്മിറ്റി നോക്കാം. GVK റാവോ കമ്മിറ്റി. 1985 പ്ലാനിംഗ് കമ്മീഷനാണ് GVK റാവോ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തത്. ഈ കമ്മിറ്റി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉദ്യോഗസ്ഥ ഭരണം നടക്കുന്നുവെന്ന് കണ്ടെത്തി. ഈ കമ്മിറ്റിയുടെ അഭിപ്രായത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് പ്ലാനിങ്ങിലും ഡെവലപ്മെൻറ്റിലും അല്പം കൂടെ മുൻഗണന നൽകണം എന്ന് നിർദ്ദേശിച്ചു. അതോടൊപ്പം ഗ്രാമീണ വികസന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിനും വില്ലേജ് പഞ്ചായത്തിനും അല്പം കൂടെ പ്രാധാന്യം കൊടുക്കണമെന്നും അഭിപ്രായപ്പെട്ടു. ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം നടത്തുന്നത് എന്നും നിർദ്ദേശിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം പഞ്ചായത്ത് ഇലക്ഷൻസ് സമയത്ത് നടത്തണം എന്നതാണ്. പല സ്റ്റേറ്റുകളിലും ഇത് നീണ്ടുപോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയുമാണ് GVK റാവോ കമ്മിറ്റി നിർദ്ദേശങ്ങൾ. LM സിംഗ്വി കമ്മിറ്റി. 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് LM സിംഗ്വിയുടെ ചെയർമാൻഷിപ്പിൽ ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭരണഘടനയുടെ ഭാഗമാക്കണം എന്നതായിരുന്നു. ന്യായ പഞ്ചായത്ത്, ഗ്രാമസഭ തുടങ്ങിയവയുടെ രൂപീകരണവും ഈ കമ്മിറ്റി മുന്നോട്ട് വച്ചു. അതോടൊപ്പം പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് പരിഹരിക്കുവാൻ വേണ്ടി ജുഡീഷ്യൽ ട്രൈബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. അടുത്തത് നോക്കാം. തങ്കോൺ കമ്മിറ്റി. കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഓഫ് പാർലമെൻറ്റിൻ്റെ ഒരു സബ് കമ്മിറ്റിയായിട്ട് 1988 PK തങ്കോൻ്റെ ചെയർമാൻഷിപ്പിൽ തങ്കോൺ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റിയും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഭരണഘടനയുടെ ഭാഗമാക്കണം എന്ന് നിർദ്ദേശിച്ചു. ഒരു 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം, അതും 5 വർഷം ഭരണ കാലാവധിയോടുകൂടിയ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് തങ്കോൺ കമ്മിറ്റി നിർദ്ദേശിച്ചത്. പഞ്ചായത്തുകൾക്ക് അധികാരമുണ്ടാകേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതും ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ കമ്മിറ്റി നിർദ്ദേശിച്ചു. SC/ST വിഭാഗങ്ങൾക്ക് പുറമെ സ്ത്രീകൾക്കും റിസർവേഷൻ കൊടുക്കണമെന്നും റെക്കമെൻഡേഷനിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും രൂപീകരിക്കുവാൻ നിർദ്ദേശിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം എന്നും റെക്കമെൻഡേഷനിൽ ഉൾപ്പെടുത്തി. ഇനി അടുത്ത കമ്മിറ്റി നോക്കാം. ഗാഡ്ഗിൽ കമ്മിറ്റി. 1988 ഗാഡ്ഗിൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കാം എന്നതായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ മുമ്പിലെ അജണ്ട. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ പദവി, 3 ടയർ സിസ്റ്റം, 5 വർഷം കാലാവധി, റിസർവേഷൻ ഫോർ SC/ST വുമൺ, 3 തലങ്ങളിലെയും മെമ്പേഴ്സിനെ ഡയറക്റ്റായി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക, പഞ്ചായത്ത് രാജുകൾക്ക് അധികാരമുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, പഞ്ചായത്ത് രാജ്യങ്ങൾക്ക് ടാക്സ് കളക്ട് ചെയ്യുവാനുള്ള അധികാരം നൽകുക, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നിവ രൂപീകരിക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽസിന് അടിസ്ഥാനമാകുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കാണുവാൻ സാധിക്കുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. വളരെയധികം പ്രധാനപ്പെട്ട കമ്മിറ്റികൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ കമ്മിറ്റി നിർദ്ദേശങ്ങൾ എങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറി എന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. വിവിധ കമ്മിറ്റികളും റെക്കമെൻഡേഷൻസും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ നിർദ്ദേശങ്ങളൊക്കെ എങ്ങനെ 73ാം ഭരണഘടനാ ഭേദഗതിയായി മാറി എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. രാജീവ് ഗാന്ധി ഗവൺമെൻറ്. ആദ്യമായി രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് ഇതിനെ സംബന്ധിക്കുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഭരണഘടനാപരമാക്കുവാൻ വേണ്ടി 1989 ജൂലൈയിൽ രാജീവ് ഗാന്ധി ഗവൺമെൻറ്
64-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ല് ലോക്സഭയിൽ പാസാക്കിയെങ്കിലും രാജ്യസഭയിൽ പാസാക്കാൻ സാധിച്ചില്ല. ഇതിലെ ചില വ്യവസ്ഥകൾ സെൻട്രലൈസിംഗ് ടെൻഡൻസി ഉണ്ടാക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ആരോപണം. VP സിംഗ് ഗവൺമെൻറ് 1989 നവംബറിൽ നിലവിൽ വന്ന VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ട് ഗവൺമെൻറ്റും പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഭരണഘടനാപരമാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 1990-ൽ VP സിംഗ് ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ എല്ലാം കൂടെ ഒരു കോൺഫറൻസ് വെക്കുകയും പിന്നീട് ഒരു ഭരണഘടനാ ബിൽ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ VP സിംഗ് ഗവൺമെൻറ് താഴെ വീണതോടുകൂടി ആ ബില്ല് ലാപ്സായി. നരസിംഹ റാവു ഗവൺമെൻറ് പിന്നീട് വന്ന നരസിംഹ റാവുയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഭരണഘടനാപരമാക്കുവാൻ വീണ്ടും ചർച്ച തുടങ്ങി. അങ്ങനെ വിവാദ വ്യവസ്ഥകളെല്ലാം നീക്കിക്കൊണ്ട് 1991 സെപ്റ്റംബറിൽ ലോക്സഭയിൽ ഒരു ബിൽ പ്രസൻറ്റ് ചെയ്തു. ഈ ബില്ലാണ് പിന്നീട് 73-ാം ഭരണഘടനാ ഭേദഗതി ബിൽ 1992 എന്ന പേരിൽ പാസാക്കപ്പെട്ടത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ 1993 ഏപ്രിൽ 24-ന് നിലവിൽ വരികയും ചെയ്തു. ഇങ്ങനെയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. ഇനി നമുക്ക് ഈ 73-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പറ്റി കൂടുതലായി നോക്കാം. 73rd Amendment Act of 1992. This Act has added a new Part 9 to the Constitution of India. This part is entitled as the Panchayats and consists of the provision from Articles 243 to 243(o). In addition, the Act has also added a new 11th schedule to the Constitution. This schedule contains 29 functional items of the Panchayats. It deals with Article 243(g). 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പുതിയൊരു പാർട്ട് 9 ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ആ പാർട്ടിന് പഞ്ചായത്ത് എന്ന് നാമകരണം ചെയ്യുകയും അതോടൊപ്പം ആർട്ടിക്കിൾസ് 243 മുതൽ 243(o) വരെയുള്ള ആർട്ടിക്കിൾസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കൂടാതെ പുതിയൊരു ഷെഡ്യൂൾ കൂടി 11-ാം ഷെഡ്യൂൾ കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഈ ഷെഡ്യൂളിലാകട്ടെ പഞ്ചായത്തുകൾക്ക് അധികാരമുള്ള 29 കാര്യങ്ങളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 243(g)യിലാണ് ഇവ ഉള്ളത്. ഇപ്പോൾ പറഞ്ഞ ആർട്ടിക്കിൾസൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇവയിലാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ചില ടേമുകളൊക്കെ കൂടുതൽ വിശദമായി തന്നെ നോക്കാം. സേലിയൻ ഫീച്ചേഴ്സ്. ഇനി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സവിശേഷതകളാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ടേമുകളൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം. 1. ഗ്രാമസഭ. The Act provides for a Gram Sabha as the foundation of the Panchayati Raj system. It is a body consisting of persons registered in the electoral rolls of a village comprised within the area of Panchayat at the village level. ഗ്രാമസഭകളെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ ഗ്രാമസഭകളാണ് പഞ്ചായത്തി സിസ്റ്റത്തിൻ്റെ അടിത്തറ. ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്കാരുടെ കൂട്ടായ്മയെ ആണ്. നമ്മുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള ഗ്രാമസഭകളിൽ നമുക്കും പോയി പങ്കെടുക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. അതായത് നമ്മളും അതിൽ അംഗമാണ് എന്ന് അർത്ഥം. 2. 3-tier system. The Act provides for a 3-tier system of Panchayati Raj in every state, that is, Panchayats at the village, intermediate and district levels. 1992-ലെ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 3 തലത്തിലുള്ള പഞ്ചായത്ത് സിസ്റ്റമാണ് നിലവിൽ വന്നത്. അത് നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. നമ്മൾ വോട്ട് ചെയ്യുമ്പോഴും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്,
ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ 3 തലത്തിൽ പഞ്ചായത്തുകൾ ഉണ്ട്. ഇങ്ങനെ 3 തലത്തിലുള്ള പഞ്ചായത്ത് സിസ്റ്റമാണ് ഇന്ത്യ മുഴുവൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 2, 4 തുടങ്ങിയ തലത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം 3 തലത്തിലുള്ള പഞ്ചായത്ത് സിസ്റ്റമാണ് ഉള്ളത്. 3. Election of members and chairpersons. All the members of panchayats at the village, intermediate and district level shall be elected directly by the people. പഞ്ചായത്ത് സിസ്റ്റത്തിൽ വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ഈ 3 ലെവലിലും ഉള്ള മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടാണ്. നമുക്കറിയാം, ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ 3 വോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 തലത്തിലുള്ള മെമ്പേഴ്സിനെയും ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചെയർപേഴ്സൺസ്, ഇൻ്റർമീഡിയറ്റ് അതായത് ബ്ലോക്ക്, പിന്നെ ഡിസ്ട്രിക്റ്റ് ഈ 2 തലത്തിലുമുള്ള ചെയർപേഴ്സൺസിനെ ഇൻഡയറക്റ്റായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സൺ അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഒക്കെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് അതത് സ്റ്റേറ്റുകളാണ്. ഇപ്പോൾ നമ്മളുടെ കേരള സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ നേരിട്ടല്ല. അത് നമ്മുടെ കേരള സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിച്ചതാണ്. ഇതുപോലെ അതത് സ്റ്റേറ്റുകൾക്ക് തീരുമാനിക്കാം വില്ലേജ് ലെവലിൽ എങ്ങനെ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കാം എന്ന്. ഇനി അടുത്തത് നോക്കാം. 4. Reservation of seats. The Act provides for the reservation of seats for scheduled caste and scheduled tribes in every panchayat. The Act provides for the reservation of not less than 1/3 of the total number of seats for women. ഇനി നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലെ റിസർവേഷനെ പറ്റി നോക്കാം. SC/ST വിഭാഗങ്ങൾക്ക് അവരുടെ ജനസംഖ്യാ അനുപാതത്തിൻ്റെ അനുസരിച്ച് റിസർവേഷൻ ഉണ്ടായിരിക്കും. ഓരോ സ്റ്റേറ്റുകളിലും അവരുടെ പോപ്പുലേഷൻ്റെ ആനുപാതികമായി ഉള്ള റിസർവേഷൻ അവർക്ക് ലഭിക്കും. ഇനി പഞ്ചായത്തുകളിലെ ചെയർപേഴ്സണിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ എത്ര റിസർവേഷൻ വേണമെന്ന് അതത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് തീരുമാനിക്കാം. ഇനി അടുത്ത വിഭാഗമാണ് സ്ത്രീകൾ. സ്ത്രീകൾക്ക് 1/3 സംവരണമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ എത്ര സീറ്റുണ്ടോ അതിൽ 1/3 സ്ത്രീകൾക്ക് റിസർവ്ഡ് ആണ്. ചെയർപേഴ്സൺ സ്ഥാനത്തിനും ഈ നിബന്ധന ബാധകമാണ്. പക്ഷേ നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ 1/3 അതിനും മുകളിലായിട്ട് 50% റിസർവേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിലുള്ള പകുതി സീറ്റുകളും സ്ത്രീകൾക്ക് വേണ്ടി റിസർവ്ഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഇങ്ങനെ സ്ത്രീകൾക്ക് 50% റിസർവേഷൻ കൊടുക്കുന്നുള്ളൂ. അത് നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ്. ഇനി ഏതെങ്കിലും ബാക്ക്വേർഡ് ക്ലാസ്സിനും റിസർവേഷൻ കൊടുക്കാവുന്നതാണ്. അത് നിശ്ചയിക്കേണ്ടത് അതത് സംസ്ഥാന നിയമസഭകളാണ്. 5. Duration of Panchayats. The Act provides for a 5-year term of office to the Panchayat at every level. പഞ്ചായത്തുകളുടെ കാലാവധിയാണ് ഇവിടെ പറയുന്നത്. പഞ്ചായത്തുകളുടെ കാലാവധി 5 വർഷമാണ്. അതായത് ഗ്രാമപഞ്ചായത്ത്, ഇൻ്റർമീഡിയറ്റ്, ജില്ലാ പഞ്ചായത്ത് ഈ 3 തലങ്ങൾക്കും 5 വർഷമാണ് കാലാവധി. എന്നിരുന്നാലും ഇവ നേരത്തെ പിരിച്ചുവിടുവാനൊക്കെ സാധിക്കും. അതിനുള്ള അധികാരമെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആയിരിക്കും. ഇനി സപ്പോസ് ഏതെങ്കിലും കാരണം കൊണ്ട് ഈ പഞ്ചായത്തുകളെല്ലാം പിരിച്ചുവിടുകയാണെങ്കിൽ വീണ്ടും ഇലക്ഷൻ നടത്തുവാൻ സാധിക്കും. അങ്ങനെ ഇലക്ഷൻ നടത്തി വിജയിച്ചു വരുന്ന പഞ്ചായത്തുകൾക്ക് മുൻപ് പിരിച്ചുവിട്ട പഞ്ചായത്തുകളുടെ ബാക്കി കാലാവധി മാത്രമേ ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് 5 വർഷം കാലാവധിയുള്ള ഒരു പഞ്ചായത്ത് 3 വർഷമായപ്പോൾ പിരിച്ചുവിട്ടാൽ വീണ്ടും ഇലക്ഷൻ നടത്തി വരുന്ന പഞ്ചായത്തിന് 2 വർഷം മാത്രമേ കാലാവധി ലഭിക്കുകയുള്ളൂ. ഇത് കേരളം മൊത്തം ഒരു യൂണിഫോം കാലാവധി ആക്കുവാൻ വേണ്ടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇലക്ഷനും ഒരുമിച്ച് നടത്താം. എന്നാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് 6 മാസത്തിൽ താഴെ മാത്രമേ കാലാവധി ബാക്കിയുള്ളൂ എങ്കിൽ വീണ്ടും റീഇലക്ഷൻ നടത്തുകയില്ല. 6. Disqualifications. All questions of disqualifications shall be referred to such authority as the state legislature determines. പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ തീരുമാനിക്കുവാനുള്ള അധികാരം സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനാണ് ഉള്ളത്. ഡിസ്ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തയ്യാറാക്കുവാനും അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ പരിഹരിക്കുവാനുള്ള അതോറിറ്റിയെ നിശ്ചയിക്കുവാനുമുള്ള അധികാരം സ്റ്റേറ്റ് നിയമസഭകൾക്ക് ആയിരിക്കും. 7. State Election Commission. The superintendence, direction and control of the preparation of electoral rolls and the conduct of all elections to the Panchayat shall be vested in the State Election Commission. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഉള്ളത്. ഓർക്കണം, MP-മാരെയും MLA-മാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുമായി യാതൊരു ബന്ധവും ഇല്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഇവ രണ്ടാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് പ്രധാനമായും ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റണമെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജിയെ മാറ്റുന്ന പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയൊരു പോസ്റ്റോട് കൂടിയ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ സൂപ്പർവൈസ് ചെയ്യുന്നത്. വോട്ടർ പട്ടിക പ്രിപ്പയർ ചെയ്യുക, ഇലക്ഷൻ നടത്തുക, ഫലം പ്രസിദ്ധീകരിക്കുക, ഇവയെല്ലാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 8. Powers and functions. The state legislature may endow the panchayat with such powers and authority as may be necessary to enable them to function as institutions of self-government. പഞ്ചായത്തുകളെ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി മാറ്റുവാൻ തക്ക അധികാരങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്കാണ്. സാമ്പത്തിക വികസനവും സാമൂഹിക നീതിയും നടപ്പിലാക്കുവാനാവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പഞ്ചായത്തുകളെ ഏൽപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. 11th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 29 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ നൽകുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. 9. Finances. The state legislature may A. Authorize a panchayat to levy, collect and appropriate taxes, duties, tolls and fees. B. Assign to a panchayat taxes, duties, tolls and fees levied and collected by the state government. C. Provide for making grants in aid to the panchayat from the consolidated fund of the state. And D. Provide for construction of funds for crediting all monies of the panchayat. ഇനി ഫിനാൻസസ്, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ഫണ്ടും ലഭ്യമാക്കണം. ഇങ്ങനെ പഞ്ചായത്തുകളുടെ സാമ്പത്തികം ഉറപ്പുവരുത്തുവാൻ വേണ്ടി സ്റ്റേറ്റുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി, പഞ്ചായത്തുകൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ടാക്സുകൾ, ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ് തുടങ്ങിയവ ചുമത്തുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുവാൻ സാധിക്കും. ഇനി അധികാരം നൽകാതെ തന്നെ ഏതെങ്കിലും കാര്യത്തിന് സംസ്ഥാന സർക്കാരുകൾ ചുമത്തുന്ന ടാക്സസ്, ഡ്യൂട്ടീസ്, ടോൾസ് ആൻഡ് ഫീസ്, അതിലൂടെ ലഭിക്കുന്ന പണം പഞ്ചായത്തുകൾക്ക് നൽകുവാൻ സാധിക്കും. ഇനി അടുത്തതായി, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റിൽ നിന്നും പഞ്ചായത്തുകൾക്ക് ഗ്രാൻഡ് അനുവദിക്കാവുന്നതാണ്. ഇങ്ങനെ ലഭ്യമാകുന്ന പണം എല്ലാം കൂടെ ചേർത്ത് പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 10. State Finance Commission. The governor of a state shall, after every 5 years, constitute a finance commission to review the financial position of the panchayat. നമ്മളിവിടെ പറയുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ പറ്റിയാണ്. അത് യൂണിയൻ ഫിനാൻസ് കമ്മീഷനുമായി ചേർത്ത് കൺഫ്യൂഷൻ ആകരുത്.
യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലേക്ക് ഫണ്ടുകൾ പോകുന്നതിനെ പറ്റിയാണ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റുകളിൽ നിന്ന് പഞ്ചായത്തുകളിലേക്ക് ഫണ്ടുകൾ പോകുന്നതിനെ പറ്റിയാണ് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഗവർണർ പഞ്ചായത്തുകളുടെ ധനസ്ഥിതി വിലയിരുത്തുവാൻ വേണ്ടി ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നു. ഈ ഫിനാൻസ് കമ്മീഷൻ പഞ്ചായത്തുകളുടെ ധനസ്ഥിതി വിലയിരുത്തി ഗവർണർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ഗവർണർ ഈ റിപ്പോർട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ വെക്കുന്നു. ഈ റെക്കമെൻഡേഷനിൽ സാധാരണ ഉണ്ടാകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് എത്രത്തോളം പഞ്ചായത്തുകൾക്ക് കൊടുക്കണം, ടാക്സസ്, ഡ്യൂട്ടീസ്, ടോൾസ്, ഫീസ് തുടങ്ങിയവ പിരിക്കുവാനുള്ള ഏതൊക്കെ അധികാരങ്ങൾ പഞ്ചായത്തുകളെ ഏൽപ്പിക്കണം, അതോടൊപ്പം പഞ്ചായത്തുകൾക്ക് എത്രമാത്രം ഗ്രാൻറ്റുകൾ അനുവദിക്കണം തുടങ്ങിയവയാണ് റെക്കമെൻഡേഷനിൽ ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തുകളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള നിർദ്ദേശങ്ങളായിരിക്കും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനും പഞ്ചായത്തുകൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാകത്തക്ക തരത്തിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിനെ മെച്ചപ്പെടുത്തുവാനുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന് നേരിട്ട് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ സാധിക്കില്ല. 11. Audit of accounts. The state legislature may make provisions with respect to the maintenance of accounts by the panchayat and the auditing of such accounts. ഇവിടെ പഞ്ചായത്തുകളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫണ്ടുകൾ നൽകുമ്പോൾ തീർച്ചയായും ആ ഫണ്ടുകളെ ശരിയായ വിധത്തിൽ ഓഡിറ്റിംഗ് ചെയ്യുകയും വേണം, അതായത് എന്തിനൊക്കെ ചിലവഴിച്ചു എന്ന്. പഞ്ചായത്ത് അക്കൗണ്ടുകൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും അവയ്ക്ക് വേണ്ട വ്യവസ്ഥകളും സംസ്ഥാന നിയമസഭകളാണ് തീരുമാനിക്കുന്നത്. 12. Application to Union Territories. The President of India may direct that the provisions of this Act shall apply to any Union Territory subject to such exceptions and modification as he may specify. പഞ്ചായത്ത് രാജ് സിസ്റ്റം കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതിയിലെ ഈ വ്യവസ്ഥകൾ പൂർണ്ണമായോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയോ പ്രസിഡന്റിന് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഇവ അപ്ലൈ ചെയ്യുവാൻ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രസിഡന്റാണ്. നിലവിൽ നോക്കുകയാണെങ്കിൽ ഡൽഹി ഒഴിച്ച് ബാക്കി എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പഞ്ചായത്ത് സിസ്റ്റം ഉണ്ട്. ഡൽഹിയിലെ സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻസിൻ്റെ പരിധിയിലാണ്. അതുകൊണ്ടാണ് പഞ്ചായത്ത് സിസ്റ്റം ഇല്ലാത്തത്. ഇതുപോലെ ചില സംസ്ഥാനങ്ങൾക്കും പഞ്ചായത്ത് സിസ്റ്റം ഇല്ല. അതോടൊപ്പം ഷെഡ്യൂൾഡ് ട്രൈബ്സുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിലും ഈ പഞ്ചായത്ത് സിസ്റ്റം ഇല്ല. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് 3 ടയർ സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ 20 ലക്ഷം പോപ്പുലേഷനിൽ താഴെയുള്ള സ്റ്റേറ്റുകൾക്ക് 3 ടയർ വെക്കേണ്ട കാര്യമില്ല, 2 ടയർ മതി. അതായത് വില്ലേജ് ലെവലും ഡിസ്ട്രിക്ട് ലെവലും. ഇൻ്റർമീഡിയറ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഈ ചെറിയ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തത് നോക്കാം. 13. Exempted states and areas. The Act does not apply to the states of Nagaland, Meghalaya and Mizoram and certain other areas. ഈ 73ാം ഭരണഘടനാ ഭേദഗതിയിലെ വ്യവസ്ഥകൾ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം എന്നീ സ്റ്റേറ്റുകൾക്ക് ബാധകമല്ല. അതായത് അവിടെ പഞ്ചായത്ത് സിസ്റ്റം ഇല്ല. അതോടൊപ്പം മറ്റു ചില പ്രദേശങ്ങളിലും ഇത് അപ്ലൈ ചെയ്യുവാൻ സാധിക്കില്ല. ഇവിടങ്ങളിൽ ഉള്ള ട്രൈബ് പോപ്പുലേഷനാണ് ഇതിന് കാരണം. അവരുടെ കസ്റ്റം, രീതികൾ തുടങ്ങിയവയൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് അവർക്ക് വേറെ സ്പെഷ്യൽ സിസ്റ്റമാണ് ഉള്ളത്. സോ ഈ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് സിസ്റ്റം ഇല്ല. 14. Bar to interference by courts in electoral matters. The Act bars the interference by courts in the electoral matters of Panchayat. It further lays down that no election to any Panchayat is to be questioned except by an election petition presented to such authority and in such manner as provided by the state legislature. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഇടപെടുവാൻ കോടതിക്ക് അധികാരം ഇല്ല. ഇത്തരം പരാതികൾ നിർവഹിക്കുവാൻ വേണ്ടി സംസ്ഥാന നിയമസഭകൾ നിർദ്ദേശിക്കുന്ന അതോറിറ്റിക്കാണ് അധികാരം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു ഇലക്ഷൻ ഡിസ്പ്യൂട്ടിലൂടെ അതോറിറ്റിക്ക് മുൻപിൽ പരാതി ഉന്നയിക്കുവാൻ സാധിക്കും.
അതായത് ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുവാനുള്ള അതോറിറ്റിയെ തീരുമാനിക്കുവാനുള്ള അധികാരം സംസ്ഥാന നിയമസഭകൾക്ക് ആയിരിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ഡിസിഷനുമായി ബന്ധപ്പെട്ട അപ്പീലുകൾക്ക് നമുക്ക് ഹൈക്കോടതിയൊക്കെ സമീപിക്കാവുന്നതാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11th ഷെഡ്യൂൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആഡ് ചെയ്യപ്പെട്ടിരുന്നു. പഞ്ചായത്തുകൾ മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റാണ് ഈ 11th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി അത് നോക്കാം. 11th ഷെഡ്യൂൾ. It contains the following 29 functional items placed within the purview of Panchayat. 73-ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം 11th ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടു. ഈ 11th ഷെഡ്യൂളിൽ 29 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. പഞ്ചായത്തുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് മേൽനോട്ടം വഹിക്കേണ്ടത് എന്നാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അധികാരങ്ങൾ പഞ്ചായത്തിന് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതത് സ്റ്റേറ്റുകൾ തന്നെയാണ്. നമുക്ക് ആ 29 കാര്യങ്ങളും ഓടിച്ച് ഒന്ന് നോക്കാം. വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. 1. Agriculture, including agricultural extension. 2. Land improvement, implementation of land reforms, land consolidation and soil conservation. 3. Minor irrigation, water management and watershed development. 4. Animal husbandry, dairying and poultry. 5. Fisheries. 6. Social forestry and farm forestry. 7. Minor forest produce. 8. Small scale industries, including food processing industries. 9. Khadi, village and cottage industries. 10. Rural housing. 11. Drinking water. 12. Fuel and fodder. 13. Roads, culverts, bridges, ferries, waterways and other means of communication. 14. Rural electrification, including distribution of electricity. 15. Non-conventional energy sources. 16. Poverty alleviation program. 17. Education including primary and secondary schools. 18. Technical training and vocational education. 19. Adult and non-formal education. 20. Libraries. 21. Cultural activities. 22. Markets and fairs. 23. Health and sanitation including hospitals, primary health centers and dispensaries. 24. Family welfare. 25. Women and child development. 26. Social welfare including welfare of the handicapped and mentally retarded. 27. Welfare of the weaker sections and in particular of the scheduled castes and the scheduled tribes. 28. Public distribution system. 29. Maintenance of community assets. ഇത്രയുമാണ് 11th ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 29 കാര്യങ്ങൾ. ഇവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അതത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ നോക്കാം. Compulsory provisions of the 73rd Constitutional Amendment Act 1992. 73-ാം ഭരണഘടനാ ഭേദഗതിക്ക് 2 തരത്തിലുള്ള വ്യവസ്ഥകളുണ്ട്, കമ്പൽസറിയും വോളണ്ടറിയും. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലെ ചില കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് എല്ലാ സ്റ്റേറ്റുകളും പാലിക്കണം. എന്നാൽ ചില വ്യവസ്ഥകൾ വോളണ്ടറിയാണ്, അതായത് സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ നടപ്പാക്കാം. എന്തൊക്കെയാണ് ഈ വ്യവസ്ഥകൾ എന്ന് നോക്കാം. ആദ്യം നമുക്ക് കമ്പൽസറി വ്യവസ്ഥകൾ നോക്കാം. 1. ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമസഭ ഇൻ വില്ലേജ് ഓർ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. വില്ലേജുകളിൽ ഗ്രാമസഭ രൂപീകരിക്കുക. ഗ്രാമസഭ എന്താണെന്ന് നമ്മൾ മുമ്പേ കണ്ടതാണ്. ഒരു വില്ലേജിൻ്റെ പരിധിയിൽ
വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ കൂട്ടായ്മയാണ് ഗ്രാമസഭ. 2. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ്. വില്ലേജ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ എന്നിങ്ങനെ 3 തലത്തിൽ പഞ്ചായത്ത് സിസ്റ്റം രൂപീകരിക്കുക. അതായത് ഒരു 3 ടയർ സിസ്റ്റം കമ്പൽസറി ആയിട്ട് എല്ലാവരും നടപ്പാക്കണം എന്നാണ് പറയുന്നത്, ഒരു യൂണിഫോമിറ്റി വരുവാൻ വേണ്ടി. 3. ഡയറക്റ്റ് ഇലക്ഷൻസ് ടു ഓൾ സീറ്റ്സ് ഇൻ പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ്. വില്ലേജ്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയിലെല്ലാം ജനങ്ങൾ നേരിട്ട് മെമ്പർമാരെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കണം. 4. ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ടു ദ പോസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ ഓഫ് പഞ്ചായത്ത് അറ്റ് ദ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ചെയർപേഴ്സണെ തീരുമാനിക്കുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ ആയിരിക്കണം. എന്നാൽ വില്ലേജിൻ്റെ ചെയർപേഴ്സണെ തീരുമാനിക്കുന്നത് എങ്ങനെയെന്ന് അതത് സ്റ്റേറ്റുകൾക്ക് തീരുമാനിക്കാം. 5. 21 years to be the minimum age for contesting elections to പഞ്ചായത്ത്. പഞ്ചായത്ത് ഇലക്ഷനു വേണ്ടി മത്സരിക്കുവാനുള്ള മിനിമം ഏജ് 21 ആണ്. 6. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ബോത്ത് മെമ്പേഴ്സ് ആൻഡ് ചെയർപേഴ്സൺസ് ഫോർ SCs ആൻഡ് STs ഇൻ പഞ്ചായത്ത് അറ്റ് ഓൾ ദ 3 ലെവൽസ്. വില്ലേജ്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എന്നിവയിൽ SC STകൾക്ക് അവരുടെ ജനസംഖ്യാനുപാതത്തിനനുസരിച്ച് റിസർവേഷൻ ലഭിക്കും. 7. റിസർവേഷൻ ഓഫ് 1/3 സീറ്റ്സ് ബോത്ത് മെമ്പേഴ്സ് ആൻഡ് ചെയർപേഴ്സൺസ് ഫോർ വുമൺ ഇൻ പഞ്ചായത്ത് അറ്റ് ഓൾ ദ 3 ലെവൽസ്. സ്ത്രീകൾക്ക് 3/1 സീറ്റുകൾ മസ്റ്റായും റിസർവേഷൻ കൊടുത്തിരിക്കണം. അത് മെമ്പേഴ്സായും ചെയർപേഴ്സണായും കൊടുക്കണം. 8. ഫിക്സിംഗ് ടെന്യൂർ ഓഫ് 5 years ഫോർ പഞ്ചായത്ത് അറ്റ് ഓൾ ലെവൽസ് ആൻഡ് ഹോൾഡിംഗ് ഫ്രഷ് ഇലക്ഷൻസ് വിത്തിൻ 6 months ഇൻ ദ ഇവന്റ് ഓഫ് സൂപ്പർസെഷൻ ഓഫ് എനി പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ ഭരണകാലാവധി 5 വർഷമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും പഞ്ചായത്ത് നേരത്തെ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനുള്ളിൽ തന്നെ അവയുടെ ഇലക്ഷൻ നടത്തും. 9. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോർ കണ്ടക്ടിംഗ് ഇലക്ഷൻസ് ടു ദ പഞ്ചായത്ത്. പഞ്ചായത്തുകളിലേക്കുള്ള ഇലക്ഷൻ നടത്തുവാൻ വേണ്ടി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കും. 10. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ after every 5 years to review the financial position of the പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ ധനസ്ഥിതി വിലയിരുത്തുവാൻ വേണ്ടി ഓരോ 5 വർഷം കൂടുമ്പോഴും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കും. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 10 കാര്യങ്ങളും കമ്പൽസറി ആയിട്ട് എല്ലാ സ്റ്റേറ്റുകളും നടപ്പാക്കേണ്ട കാര്യമാണ്. ഇതിലൂടെ പഞ്ചായത്ത് സിസ്റ്റത്തിന് രാജ്യമാകെ ഒരു യൂണിഫോമിറ്റി വരുത്തുവാൻ സാധിക്കും. ഇനി നമുക്ക് വോളണ്ടറി പ്രൊവിഷൻസ് കൂടെ കാണാം. വോളണ്ടറി പ്രൊവിഷൻസ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലെ വോളണ്ടറി പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സ്റ്റേറ്റുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. 1. ഗിവിംഗ് റെപ്രസെൻറ്റേഷൻ ടു മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് ബോത്ത് ദ ഹൗസസ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബോത്ത് ദ ഹൗസസ് ഇൻ ദ പഞ്ചായത്ത് അറ്റ് ഡിഫറൻറ്റ് ലെവൽസ് falling within their constituencies. പാർലമെൻറ്റിലെ MP-മാർക്ക്, സംസ്ഥാനങ്ങളിലെ MLA-മാർക്ക് ഇവർക്കൊക്കെ പഞ്ചായത്തുകളിലെ വിവിധ തലങ്ങളിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുവാനും നല്ല ഒരു കോർഡിനേഷൻ ഉണ്ടാകുവാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവർക്ക് പഞ്ചായത്തുകളിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. 2. പ്രൊവൈഡിംഗ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് both members and chairpersons for backward classes in പഞ്ചായത്ത് at any level. OBC വിഭാഗങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ വിവിധ തലങ്ങളിൽ റിസർവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. 3. granting powers and authority to the panchayat to enable them to function as institutions of self-government, in brief, making them autonomous bodies. പഞ്ചായത്തുകളെ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി മാറ്റുവാൻ തക്ക അധികാരങ്ങൾ കൊടുക്കണോ വേണ്ടയോ എന്നും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. 4. devolution of powers and responsibilities upon panchayat to prepare plans for economic development and social justice and to perform some or all of the 29 functions listed in the 11th schedule of the constitution.
സാമ്പത്തിക പുരോഗതിക്കും സാമൂഹിക നീതിക്കും വേണ്ടി പ്രവർത്തിക്കുവാനാവശ്യമായ അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് നൽകുക. നമ്മൾ മുമ്പ് കണ്ട 11th ഷെഡ്യൂളിലെ അധികാരങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ പഞ്ചായത്തുകളെ ഏൽപ്പിക്കുക. ഇതും വോളണ്ടറി പ്രൊവിഷനാണ്. 5. Granting financial powers to the panchayat, that is, authorizing them to levy, collect and appropriate taxes, duties, tolls and fees. പഞ്ചായത്തുകൾക്ക് സാമ്പത്തികമായ അധികാരങ്ങൾ നൽകുക. ഉദാഹരണത്തിന് ടാക്സസ്, ഡ്യൂട്ടീസ്, ടോൾസ്, ഫീസ് തുടങ്ങിയവ സമാഹരിക്കുവാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകുക. ഇതും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് തീരുമാനിക്കാം. ഇത്രയും കാര്യങ്ങളാണ് വോളണ്ടറി പ്രൊവിഷൻസ് ആയിട്ട് ഉള്ളത്. കമ്പൽസറി പ്രൊവിഷൻസ് എല്ലാ സ്റ്റേറ്റുകളും മസ്റ്റായി ഫോളോ ചെയ്യുമ്പോൾ വോളണ്ടറി പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അവ അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടപ്പിലാക്കുകയോ ആക്കാതിരിക്കുകയോ ചെയ്യാം. ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പാർട്ടും പൊളിറ്റിയുടെ പ്ലേലിസ്റ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. നന്ദി.